നമസ്കാരം. ട്രൂവിഷൻ നാദാപുരം ന്യൂസ് ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. ഹാപ്പി ആകുമ്പോഴാണ് ആഘോഷങ്ങളെല്ലാം സമ്പൂർണ്ണമാകുന്നത്. Honey Special Cakes. Cakes made with love in each slice. കർഷകദ്രോഹ ബില്ലിനെതിരെ കർഷക സംഘം നാദാപുരത്ത് നരേന്ദ്രമോദിയുടെ കോലം കത്തിച്ചു. കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ നിയമങ്ങളിൽ പ്രതിഷേധിച്ച് രാജ്യവ്യാപകമായി നടന്ന ബഹുജന പ്രക്ഷോഭത്തിന് പിന്തുണ പ്രകടിപ്പിച്ച് കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ ഏരിയ കേന്ദ്രങ്ങളിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ ധർണയും പ്രധാനമന്ത്രിയുടെ കോലം കത്തിക്കലും നടന്നു. പി കെ ശിവദാസൻ, കെ ബാലകൃഷ്ണൻ, പി കെ പ്രദീപൻ, ആർ കെ പ്രവീൺ, റിയാസ് ആർ കെ എന്നിവരാണ് നേതൃത്വം നൽകിയത്. സമരത്തിന്റെ സംസ്ഥാന ഉദ്ഘാടനം കൊല്ലം ചിന്നക്കടയിൽ കർഷക സംഘം സംസ്ഥാന സെക്രട്ടറി കെ എൻ ബാലഗോപാൽ നിർവഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് കെ രാഗേഷ് കണ്ണൂരിലും സംസ്ഥാന ട്രഷറർ ഗോപി കോട്ടമുറിക്കൽ തൊടുപുഴയിലും ഉദ്ഘാടനം ചെയ്തു. വടകരയിൽ ജില്ലാ സെക്രട്ടറി പി വിശ്വനും കോഴിക്കോട് ആദായ നികുതി ഓഫീസിന് മുന്നിൽ ജില്ലാ പ്രസിഡന്റ് കെ പി കുഞ്ഞമ്മദ് കുട്ടിയും ചേർന്നാണ് ഉദ്ഘാടനം ചെയ്തത്. കോഴിക്കോട് സൗത്ത് ഏരിയയിൽ സംസ്ഥാന കമ്മിറ്റി അംഗം ബാബു പറശ്ശേരി ഉദ്ഘാടനം ചെയ്തു. നാദാപുരത്ത് കെ പി ചന്ദ്രിക, കൊയിലാണ്ടിയിൽ ഇ കെ നാരായണൻ, കോഴിക്കോട് നോർത്തിൽ എ സത്യൻ, ബാലുശ്ശേരിയിൽ എം മെഹബൂബ്, ഫറോക്കിൽ ചായ്ചുട്ടി, എടശ്ശേരിയിൽ വി കുഞ്ഞിക്കണ്ണൻ, കക്കട്ടിൽ കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ടി കെ മോഹൻദാസ്, മുക്കത്ത് കെ സുന്ദരൻ, കക്കോട്ടിൽ കെ പി സുനിൽകുമാർ, മേലടിയിൽ കെ ഷിജു, ഒഞ്ചിയത്ത് സി ഭാസ്കരൻ, കുന്നമംഗലത്ത് രാജീവ് പെരുമൺപുറ, പേരാമ്പ്രയിൽ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പി ബാലൻ അടിയോടി, തിരുവമ്പാടിയിൽ കെ സുന്ദരൻ എന്നിങ്ങനെയാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. കന്നുകാലികളെ ദൈവങ്ങളായി കാണുന്ന ഉത്തരേന്ത്യൻ ഗ്രാമത്തിലല്ല ഇങ്ങ് നാദാപുരത്തിനടുത്ത് വ്യത്യസ്തമായൊരു പിറന്നാൾ ആഘോഷം. ഗോമകളുടെ പിറന്നാൾ ആഘോഷിച്ച് ഒരു കുടുംബം. മണിക്കുട്ടി എന്ന പശുക്കുട്ടിയുടെ 1ാം പിറന്നാളാണ് കുമ്പങ്കോട് ഒരു കുടുംബം കെങ്കേമമായി ആഘോഷിച്ചത്. പിറന്നാൾ ആഘോഷം പ്രായഭേദമന്യേ അടിച്ചുപൊളിച്ച് ആഘോഷിക്കുന്ന ഈ കാലത്താണ് നാദാപുരം കുമ്പങ്കോട് മീത്തലെ മണ്ടോടി സതീശനും കുടുംബവും വ്യത്യസ്തമായ രീതിയിൽ മണിക്കുട്ടി എന്ന പശുക്കുട്ടിയുടെ പിറന്നാൾ ആഘോഷിച്ചിരിക്കുന്നത്. കുളിപ്പിച്ച് സുന്ദരിയാക്കി നെറ്റിയിൽ കുറിതൊട്ട് പൂമാലയണിയിച്ചു. പിന്നെ പതിവ് പോലെ കേക്ക് മുറിച്ചു. കുട്ടികളും കുടുംബാംഗങ്ങളും പങ്കെടുത്തു. അയൽവാസികളും പിറന്നാൾ മധുരം നുണഞ്ഞു. അല്പം വൈകിയെങ്കിലും തുലാവർഷം വീണ്ടും വരുന്നെത്തി. താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നലെ മഴ പെയ്തു. ഇടിയുടെയും മിന്നലിന്റെയും അകമ്പടിയോടെ തുലാമാസത്തിന്റെ തുടക്കത്തിൽ എത്തേണ്ട മഴ ശാന്തമായി വീണ്ടും വിരുന്നെത്തി. സാധാരണ ഒക്ടോബർ മാസം പകുതിയോടെയായിരുന്നു തുലാമഴ എത്തിയിരുന്നതെങ്കിലും വൈകിയാണ് ഈ പ്രാവശ്യം മഴയെത്തിയത്. ഡിസംബർ മാസം വരെ നിൽക്കുന്ന തുലാമഴയിൽ ലഭിക്കുന്ന മഴ കൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ജലക്ഷാമത്തിന് പരിഹാരം കാണുന്നത്. സംസ്ഥാന ഗവൺമെന്റ് ഭരിക്കുന്ന പാർട്ടിയാണ് പുറമേരി പഞ്ചായത്ത് ഭരിക്കുന്നത്. എന്നിട്ടും 100% കഴിവുകേടിന്റെ പര്യായമാണ് പുറമേരി പഞ്ചായത്ത് എന്ന് കോൺഗ്രസ് DCC അംഗവും UDF നേതാവുമായ സജീവൻ മാസ്റ്റർ. നിങ്ങൾ പറയൂ ജനം അറിയട്ടെ പരമ്പരയിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. പഞ്ചായത്തിൻ്റെതായ ഒരു പദ്ധതിയോ അല്ലെങ്കിൽ മാതൃകാപരമായ ഒരു പ്രവർത്തനമോ പുറമേരി പഞ്ചായത്തിനില്ലെന്ന് സജീവൻ മാസ്റ്റർ ട്രൂവിഷൻ ന്യൂസുമായി നടത്തിയ അഭിമുഖത്തിൽ പ്രതികരിച്ചു. സംസ്ഥാന ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന പ്രൊജക്ട് പഞ്ചായത്തിൽ നടപ്പിലാക്കും. അല്ലാതെ പുതിയൊരു സംരംഭം ഈ പഞ്ചായത്ത് ഭരണസമിതി ഉണ്ടാക്കിയെടുത്തിട്ടില്ല. ജനങ്ങളിൽ നിന്ന് പണം പിരിച്ചെടുത്താണ് മാലിന്യ നിർമ്മാർജ്ജന പദ്ധതി തുടങ്ങിയത്. അരൂരിലെ മലയാളപ്പൊയിൽ എന്ന സ്ഥലത്ത് പഞ്ചായത്ത് 14 ലക്ഷം രൂപയ്ക്ക് 1 ഏക്കർ സ്ഥലം വാങ്ങിയെങ്കിലും ഒരു പണിയും അവിടെ നടത്താൻ സാധിച്ചിട്ടില്ല. CPIMന്റെ കേന്ദ്രമാണ് മലയാളപ്പൊയിലെന്നും സജീവൻ മാസ്റ്റർ കൂട്ടിച്ചേർത്തു. പ്രതിപക്ഷത്തോട് ഇത്രയും അവഗണന കാണിച്ച ഒരു പ്രസിഡന്റും ഭരണസമിതിയും പുറമേരി പഞ്ചായത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. 8 ലക്ഷം, 10 ലക്ഷം, 14 ലക്ഷം ഇങ്ങനെ പദ്ധതികൾക്കായി ഫണ്ട് വിതരണം ചെയ്യുമ്പോൾ UDF മെമ്പർമാർക്ക് 4-6 ലക്ഷങ്ങളാണ് നൽകിയിരുന്നത്. അമിതമായ രാഷ്ട്രീയ ഉപയോഗമാണ് ഈ പഞ്ചായത്തിൽ നടന്നു വരുന്നത്. അതാണ് ഈ പഞ്ചായത്തിന്റെ ഗതികേടെന്നും സജീവൻ മാസ്റ്റർ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഫണ്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഫണ്ട് ലഭിച്ചിട്ടുള്ള പഞ്ചായത്താണ് പുറമേരി എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് K അച്യുതൻ ട്രൂവിഷൻ ന്യൂസുമായി നടത്തിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. എന്നാൽ അത് തങ്ങളുടെ MLA പാറയ്ക്കൽ അബ്ദുള്ളയുടെ ഇടപെടൽ കൊണ്ടാണെന്ന് സജീവൻ മാസ്റ്റർ അഭിപ്രായപ്പെട്ടു. MLA വളരെ കൃത്യമായി എല്ലാ പഞ്ചായത്തുകളിലെയും റോഡുകളുടെ കണക്കെടുത്ത് അദ്ദേഹം സബ്മിറ്റ് ചെയ്ത റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഫണ്ടിൽ നിന്ന് പണം പഞ്ചായത്തിന് ലഭിച്ചത്. പക്ഷേ അവിടെയും പഞ്ചായത്ത് UDFനോട് അവഗണന കാണിക്കുകയായിരുന്നു. UDF മെമ്പർമാരെ ക്ഷണിക്കാൻ പെട്ടെന്ന് തട്ടിക്കൂട്ടി തങ്ങളുടെ പദ്ധതിയാണെന്ന് പറഞ്ഞുകൊണ്ട് വഴിതിരിച്ചുവിട്ട പ്രവർത്തനമാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജീവനക്കാർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനാൽ ആരോഗ്യവകുപ്പ് നിർദ്ദേശപ്രകാരം ആയഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസ് അടച്ചു.
ജീവനക്കാരിക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനാൽ ആരോഗ്യവകുപ്പ് നിർദ്ദേശപ്രകാരം ആയഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസ് അടച്ചു. ഓഫീസ് 2 ദിവസത്തേക്ക് തുറന്നു പ്രവർത്തിക്കില്ല. തിങ്കളാഴ്ച മുതൽ അണുവിമുക്തമാക്കിയതിനു ശേഷം വീണ്ടും തുറന്നു പ്രവർത്തിക്കുക. നവംബർ 6-ന് നടക്കേണ്ടിയിരുന്ന വോട്ടർ പട്ടിക പേര് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട ഹിയറിംഗ് നടപടികൾ മാറ്റിവെച്ചതായും പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. മികച്ച സ്കൂൾ PTA-ക്ക് സബ് ജില്ലാ തലത്തിൽ പ്രഥമ സ്ഥാനവും ജില്ലാ തലത്തിൽ 2ാം സ്ഥാനവും നേടിയ ചുഴലി ഗവൺമെന്റ് LP സ്കൂൾ PTA-യെ വളയം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ആദരിച്ചു. വളയം ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. സുമതിയാണ് ഉപഹാരം കൈമാറിയത്. വൈസ് പ്രസിഡന്റ് NP കണ്ണൻ മാസ്റ്റർ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രീത PS, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK രവീന്ദ്രൻ, ആരോഗ്യവും വിദ്യാഭ്യാസവും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അജിത T, പഞ്ചായത്ത് സെക്രട്ടറി K. വിനോദ് കൃഷ്ണൻ, ഹെഡ് മാസ്റ്റർ രവി മാസ്റ്റർ, PTA പ്രസിഡന്റ് ഷൈജു PP, SMC ചെയർമാൻ പ്രകാശൻ KP, PTA വൈസ് പ്രസിഡന്റ് ഷിജീഷ് K, ഷിജിത്ത് CP എന്നിവർ സംസാരിച്ചു. അസിസ്റ്റന്റ് സെക്രട്ടറി KK വിനോദൻ നന്ദി പറഞ്ഞു. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും സന്ദർശിക്കുക nadapuramnews.in. രാജകീയ ഷോപ്പിംഗ്, ഉയർന്ന ഗുണനിലവാരത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ. ഇനി ബിഗ് ഡേയിൽ മാത്രം. ഇനി നല്ലത് മാത്രം വിശ്വസിക്കൂ. ബിഗ് ഡേ ഹൈപ്പർമാർട്ട്, നാദാപുരം റോഡ്, കല്ലാച്ചി.